കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ചേക്കേറാൻ തുടങ്ങിയിട്ടും ഇവിടെ പാർപ്പുറപ്പിച്ചിട്ടും കാലം കുറേയായി. എനിക്ക് തോന്നുന്നത് റിലയൻസിൻ്റെ കേബിള് കുഴികൾ കുത്താൻ തുടങ്ങിയ സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് തുടങ്ങിയത്. ഒരു 20 വർഷമാകും, 2 പതിറ്റാണ്ട് ആയി ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിലേക്ക് കുടിയേറാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത് വളരെ വ്യാപകമായിട്ടുണ്ട്. അവർ ഇവിടെ സെറ്റിൽഡ് ആയി കഴിഞ്ഞു. അവരെ കൊണ്ടുവരുന്ന ഏജന്റുമാരും കൂടി, മുമ്പ് പാണ്ഡികൾ തമിഴന്മാരായിരുന്നു കൂടുതൽ തൊഴിലാളികളെങ്കിൽ ഇപ്പോൾ ബംഗാളികളും ഉത്തരേന്ത്യക്കാരും ആയി മാറിയിട്ടുണ്ട്. എല്ലാവരെയും ബംഗാളികളെന്ന് വിളിക്കാൻ കഴിയുകയുമില്ല. ഇതൊരു പശ്ചാത്തലം മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ കേരളം ഭയക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ കുടിയേറ്റം മാറിക്കഴിഞ്ഞു എന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗം നൽകുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ട് ഭയക്കണം? ഇത് ഒരു ചരിത്രപരമായ മാറ്റമാണ്. ചരിത്രം കുറച്ച് അറിയണം, ഇന്ത്യയുടെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ സ്കിപ്പ് ചെയ്തു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം നടക്കുന്ന കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. അതുപോലെ ഇന്ത്യയിൽ അസമിൽ പൗരത്വ രജിസ്ട്രേഷൻ നടക്കുന്ന കാര്യവും അറിയാമല്ലോ. ബംഗ്ലാദേശും അസമും അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യ സ്ഥലങ്ങൾ. അസം നമ്മുടെ സംസ്ഥാനമാണ്, ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമാണ്. ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആളുകൾ അസമിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഈ അസമിൽ നിന്ന് ധാരാളം ബംഗ്ലാദേശികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നുണ്ട്, പലായനം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും അവർ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുപോലെ കേരളം, കർണാടക, തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഈ ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളും ഉണ്ട്. ഇവരെ പിടികൂടുന്നതിന് അതായത് ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോൾ വേറെ രാജ്യക്കാരാണ്, നമ്മളെ പശ്ചിമ ബംഗാൾ സ്വദേശികളല്ല, നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരല്ല, വേറെ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് ഇവിടെ വരണമെങ്കിൽ വിസ ചട്ടങ്ങളുണ്ട്, രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം അവർ ഇവിടെ താമസിക്കുവാനും അവർ ഇവിടെ ജോലി ചെയ്യാനും ഒക്കെയുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിച്ചാണ് അവരുടെ പാർപ്പുറപ്പിച്ചിരിക്കുന്നത്.